അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 മണിക്കൂറിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിൽ മാത്രം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വരുന്ന 5 ദിവസവും കേരളത്തിൽ മഴ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൊടും ചൂടിന് ആശ്വാസമായി വേനൽ മഴ കൂടുതൽ ശക്തമാവുകയാണ്. അടുത്ത 5 ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ 3 മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യത, അതായത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകൾക്കാണ് ഇപ്പോൾ നിലവിൽ യെല്ലോ അലേർട്ട് ഉള്ളത്, അതായത് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ തന്നെ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. ഇടിമിന്നൽ അതീവ അപകടകാരികളായതിനാൽ തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മനുഷ്യജീവനും വളർത്തു മൃഗങ്ങൾക്കും പുറമെ തന്നെ വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും ഗാർഹിക ഉപകരണങ്ങൾക്കും ഇടിമിന്നൽ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള സാധ്യത ഏറെയാണ്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കുക. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറേണ്ടതാണ്. തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കൂടുതലായി വർദ്ധിപ്പിക്കും. ഇടിമിന്നൽ ഉള്ള സമയത്ത് വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങളുടെ പ്ലഗുകൾ ഊരിയിടാനും മറക്കരുത്. അതേസമയം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കുവാനോ കുളിക്കുവാനോ ഇറങ്ങാൻ പാടുള്ളതല്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടൻ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. അതുപോലെ ചൂണ്ടയിടുന്നതും അവിടെ വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അതായത് അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മേഘം കാണുന്ന സമയത്ത് തന്നെ പോകാതിരിക്കാനും ശ്രമം നടത്തണം. ഇത് നിങ്ങൾക്ക് ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ കൂടുതൽ ഗുണകരമായേക്കാം എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.